എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൈസയും നമ്മളുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതലായും പറയുന്നത്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചില ചിന്താഗതികൾ മാത്രം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുന്നു എങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. അവസരം ലഭിച്ചാൽ കൂടുതൽ സമ്പത്ത് ശേഖരിക്കാനും കൂടുതൽ പൈസ സമ്പാദിക്കുവാനും സമൃദ്ധമായ ജീവിതം നയിക്കുവാനും എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? എന്നിരുന്നാലും പലർക്കും പണവുമായി മോശം ബന്ധമാണുള്ളത്. അവരുടെ ജീവിതത്തിൽ പണവും സമ്പത്തും പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിന്റെ ഫലമായി അവർ ആഗ്രഹിക്കുന്ന സാമ്പത്തിക വിജയം ഒരിക്കലും അവർക്ക് കൈവരികയുമില്ല. സാമ്പത്തിക വിജയം എന്നത് മനസ്സിൽ തുടങ്ങുന്ന ഒന്നാണ് എന്നുള്ളതാണ് സത്യം. പലരെയും പിന്തിരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം സമ്പത്തിനെയും പണത്തെയും കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിന്റെ സമൃദ്ധമായും തെറ്റായ പല വിശ്വാസങ്ങളുമാണ് അവരിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെങ്കിൽ മാത്രമേ പണത്തിൻ്റെതായിട്ടുള്ള ഒഴുക്ക് തുടങ്ങുകയുള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒരു വിശ്വാസ സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ഈ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. എന്നാൽ ആദ്യം നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തിരിച്ചറിയുവാൻ ശ്രമിക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവം സ്വയം വിലയിരുത്തേണ്ടതാണ്. കാരണം ഇത് വിലയിരുത്തുമെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വഴികളിൽ നിങ്ങൾക്ക് പൈസ എത്രത്തോളം ഉണ്ടാവുന്നു, സമ്പത്ത് എത്രത്തോളം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ കൂടുതൽ വർക്കൗട്ട് ആവുന്നതിന് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങൾ നിങ്ങൾ തിരിച്ചറിയുകയും അത് മാറ്റുകയും വേണം. കാരണം നിങ്ങളുടെ ജീവിതത്തിലുടനീളം കുട്ടിക്കാലം മുതൽ പണത്തെക്കുറിച്ചുള്ള പരിമിതമായ വിശ്വാസങ്ങൾ പലരും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കാലക്രമേണ നിങ്ങൾ ആന്തരികവൽക്കരിക്കുകയും അതായത് മനസ്സിൽ ഉൾക്കൊള്ളുകയും അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ പോലും അറിയാത്ത വാസ്തവമാണ്. ഉദാഹരണത്തിന് ഞാൻ ചില പരിമിതമായ വിശ്വാസങ്ങൾ മുൻപ് നിങ്ങൾ കേട്ടിട്ടുള്ളത് പറഞ്ഞുതരാം. പണം മരങ്ങളിൽ വളരുന്നില്ല, അതിനാൽ സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പണത്തിന് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്ന ആശയം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാകാനും നല്ല വ്യക്തിയാവാനും കഴിയില്ലെന്ന പരിമിതമായ വിശ്വാസം പോലുള്ളവയാണ് അവ. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. പണം മരങ്ങളിൽ വളരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തീർത്തും അസാധ്യമായ ഒന്നാണ്. പണം സമ്പാദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. എല്ലാം നമ്മളുടെ കാൽക്കൽ നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി വരെ എത്തിയിരിക്കുന്നു. ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആർക്കും എന്തും സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. വലിയ വലിയ ബിസിനസ്സുകാരെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അവർ എത്ര അനായാസമായാണ്, എന്നാലും അതിലധികം ടാർഗറ്റ് കാര്യങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ പോലും അവർ ആ എത്തിപ്പെട്ട നിലയിൽ നിന്ന് ഇന്ന് വരെ എത്തുന്നത് അവർക്ക് ആ ഒരു പണത്തിന്റെ ഒഴുക്ക് കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം തെറ്റായ ധാരണയല്ലേ? പിന്നെ പണ്ടുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് പണത്തിന് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്ന ആശയം. ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ. ആ പൈസ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ പിന്നെ അത് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലേക്ക് എത്തി. പിന്നെ നിങ്ങൾ സമ്പന്നരാകുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാവുന്നില്ല? അപ്പൊ പണത്തിന് സന്തോഷം വാങ്ങിക്കുവാൻ കഴിയില്ലേ? കഴിയും എന്ന് തന്നെയല്ലേ അതിനുള്ള ഉത്തരം. പിന്നെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല എന്നുള്ളതും ഒരു മിഥ്യയായ സ്വയം ധാരണയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് സമ്പന്നനായിക്കൂടാ? കാലം മാറുന്നതനുസരിച്ച് നമ്മളും അതുപോലുള്ള ചിന്താധാരണകൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് ജന്മം തരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകില്ല എന്നുള്ളത്? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ നിങ്ങൾ സമ്പന്നനാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്? പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ പോലും കാണാത്ത അത്രയും ദൂരത്താണ്. ആ പ്രപഞ്ചത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ആഗ്രഹപ്രകാരം സാധിക്കാൻ പറ്റുക തന്നെ ചെയ്യും. പക്ഷേ അത് നമ്മളുടെ മനസ്സിലാണ്
ആദ്യം തുടങ്ങേണ്ടത് എന്ന് മാത്രം. ഇത്തരം മിഥ്യാധാരണകൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങുന്നതിന് മുൻപ് പണത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ഇത്തരത്തിൽ പരിമിതമായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം തിരിച്ചറിയുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് പ്രധാനം. പണം യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു വിഭവത്തിന്റെ ആക്സസ് ചെയ്യാവുന്ന പരിധിയില്ലാത്ത വിതരണം, സമ്പത്ത് സമ്പാദിക്കുന്നതിന് ആവശ്യമായ ശീലങ്ങളും മാനസികാവസ്ഥയും രൂപപ്പെടുന്നത് വളരെ പ്രധാനം തന്നെയാണ്. ഇത് വളരെ എളുപ്പവുമാണ്. ഇനി പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങളെ മാറ്റുന്നതിന് ഏറ്റവും മികച്ചമായ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പണത്തെ കാണുന്നത് ദുർലഭമായതും സമ്പാദിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒന്നായിട്ടാണ് എങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന പോസിറ്റീവ് സ്ഥിരീകരണം ഉപയോഗിക്കാം. ഞാൻ ഒരു പണത്തിന്റെ കാന്തികനാണ്. ഞാൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറുന്നു. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് പോസിറ്റീവ് അഫിർമേഷൻസ് ഇവയാണ്. പണത്തെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും ഞാൻ പുറത്തുവിടുന്നു. ഒപ്പം എൻ്റെ സ്വപ്നങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ സന്തോഷവും സ്വതന്ത്രവുമാണ് ഞാൻ തേടുന്നത്. അതുമല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള എല്ലാ പണവും ഞാൻ സൃഷ്ടിക്കുന്നു. ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റേണ്ടതുണ്ട്. എൻ്റെ പണം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രതിഫലിപ്പിക്കുന്ന സമൃദ്ധിയുടെ ഊർജം ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന പോലുള്ള അഫർമേഷൻസ് നിങ്ങൾ ദിവസേന പരിശീലിക്കുക. നിങ്ങൾ സ്വയം പറയുന്നതിന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാവും. അതായത് ഇത്രയും കാലത്തോളം നമ്മൾ പണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ പേറി വന്നവരാണ്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റുക എന്നത് അസാധ്യമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ, നിങ്ങൾ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ പണം നിങ്ങളെ തേടി വരുന്നു, പണത്തിന്റെ ഒഴുക്ക് നിങ്ങളിൽ ഉണ്ടാവുന്നു, നിങ്ങൾ ഒരു പണത്തിന്റെ കാന്തമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ ഈ ഒരു വിശ്വാസം, മനസ്സിൽ ഉറച്ചുപോയ വിശ്വാസത്തെ അത് മാറ്റുകയും ഈ നല്ല ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ കുടിയേറുകയും ചെയ്യുന്നു. ഇത് എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അലൈൻമെന്റിൽ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് പണത്തിന്റെ ഒഴുക്ക് വരുവാനും തുടങ്ങുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് പണത്തെക്കുറിച്ചുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എത്രത്തോളം വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഇതിനകം കൈവരിച്ചതുപോലെ ദൃശ്യവൽക്കരിക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം സമ്പന്നനാവുവാനാണോ ആഗ്രഹം, നിങ്ങൾ ആ സമ്പന്നൻ ആയി കഴിഞ്ഞതായി വേണം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് ബാഹ്യമായി പ്രൊജക്റ്റ് ചെയ്യുകയും ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളും ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. പണം പോലുള്ള എന്തെങ്കിലും ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിനകം അത് കിട്ടിയതുപോലെ നിങ്ങൾ തന്നെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു രൂപം കാണുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പണവും ഉള്ള ഒരു ലോകം നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക. സാമ്പത്തിക നേട്ടത്തിന് കൂടുതൽ സ്വീകാര്യമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുവാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇത് സ്വയം കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ പ്രചോദനത്തിന്റെ ഉറവിടമായി മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ പക്കൽ പണം ഉണ്ടെന്ന് ദൃശ്യവൽക്കരിക്കുന്നത് ദൗർലഭ്യത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് വിരുദ്ധമായി സമൃദ്ധമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുവാനും സാധിക്കും. സമ്പന്നർക്ക് സമ്പന്നരാകുന്നതിൽ പ്രശ്നമൊന്നുമില്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം തങ്ങളുടെ പക്കലില്ലാത്ത പണം സമൃദ്ധവും സമ്പാദിക്കാനാവുന്നതുമായ ഒന്നായി അവർ കാണുന്നു. അതേസമയം തങ്ങളുടെ പക്കലുള്ള പണം ഒരു ഉപകരണമായി കാണുന്നു എന്നതാണ്. സംരക്ഷിക്കേണ്ടതോ ആയതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം പണമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള സമൃദ്ധി മാനസികാവസ്ഥ സ്വാഭാവികമായി വരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇതിനകം സമൃദ്ധമായി ഉള്ള ഒന്നായി പണത്തെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഇത് വികസിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളവിടെയാണ് നിങ്ങളുടെ നേട്ടം തുടങ്ങുന്നത്. നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തിനായി ഒരു ഫിസിക്കൽ ആങ്കർ പോയിന്റ് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ കോടിക്കണക്കോളം പണം കയ്യിലുള്ളതായി നിങ്ങൾ ആദ്യം കാണുക. ഇത് ലളിതമായി ചെയ്യുന്നത് നിങ്ങളെ സമ്പന്നനായി
ആക്കി തീർക്കുകയും നിങ്ങൾ തകർന്നു എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. ഇങ്ങനെ തകരുന്നതോടൊപ്പം പോകുന്ന പരിമിതമായ മാനസികാവസ്ഥകളെ തടയുവാനും ഇതിന് സാധിക്കുന്നു. അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു കോടീശ്വരനായി നിങ്ങളെ കാണുക എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കാണുമ്പോൾ രണ്ടുണ്ട് ഗുണം. എന്തെന്നാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കോടീശ്വരനാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് കോടീശ്വരനായി എത്തപ്പെടുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുവാൻ ഇത് സാധിക്കുന്നു. അതായത് ശരിക്കും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇത്രയും പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി മനസ്സിൽ പറയുന്ന കാര്യം എന്തെന്നാൽ, എന്റെ കയ്യിൽ പൈസയില്ല, എന്റെ കയ്യിൽ പൈസയില്ല, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി യൂണിവേഴ്സിൽ ഒരു അലൈൻമെന്റിൽ എത്തുമ്പോൾ തിരിച്ചു കിട്ടുന്ന റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് നീ ദരിദ്രനാണ്, നീ ദരിദ്രനാണ് എന്നുള്ളതാണ്. ആ സമയം എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റുവാനായി നമ്മൾ തന്നെ നമ്മളെ ഭയങ്കരമായ ഉയർന്ന ഒരു ലെവലിൽ കാണുക എന്നുള്ളതാണ്. കോടീശ്വരനായി നമ്മൾ തന്നെ നമ്മളെ അംഗീകരിക്കുക, നമ്മൾ തന്നെ നമ്മളെ കാണുക. അപ്പോൾ ഈ സമയം നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ ആ നിലയിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ എന്തും പ്രദാനം ചെയ്യും. അതായത് നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുമെന്ന് ഓർക്കുക. നന്ദിയുടെ ശക്തിയെ ഒരിക്കലും വില കുറച്ചു കാണരുത്. ആത്യന്തികമായി നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും ആവേശത്തോടെ പിന്തുടരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എന്തെങ്കിലും നന്ദിയുള്ളവരായിരിക്കുക എന്നത് നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുകയും പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ എത്തിക്കുകയും ചെയ്യും. പണത്തെക്കുറിച്ച് പ്രയോജനകരമായ ഒരു മാനസികാവസ്ഥ സ്വീകരിക്കാൻ പോകുമ്പോൾ അത് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നന്ദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പക്കലുള്ള പണത്തിന് നന്ദിയുള്ളവരായിരിക്കുക. കിട്ടുന്ന ഓരോ രൂപയെയും നന്ദിയോടുകൂടി കാണുക. കൂടുതൽ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ആ അവസരങ്ങൾ ഫലം നൽകുമ്പോൾ അതിനും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ഇപ്പോൾ സമ്പാദിക്കുന്ന പണം എത്രയായാലും എത്ര കുറവായാലും കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ കൃതജ്ഞതാ മനോഭാവം അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഏറ്റവും സിമ്പിളായ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുവോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൈസ ലഭിക്കുവാൻ സാധിക്കും. അത് ഇങ്ങനെയാണ്. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുക. എല്ലാവരും എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളവർ ആയിരിക്കില്ല, ശരിയല്ലേ? ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ സങ്കടപ്പെടാറുണ്ട്, എത്ര തവണ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്, എത്ര തവണ നമുക്ക് ഈഗോ തോന്നാറുണ്ട്, എത്ര തവണ നമ്മൾ സെൽഫിഷ് ആവാറുണ്ട്. ഇതെല്ലാം ഒരു ദിവസത്തെ 3/4 ഭാഗവും നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. എങ്കിൽ എത്ര സമയം നിങ്ങൾ ഒരു ദിവസം ഹാപ്പി ആയിരിക്കും എന്ന ചോദ്യത്തിന് വളരെ അപൂർവമായി മാത്രമേ ഒരു ദിവസം മുഴുവനും ഞാൻ ഹാപ്പി ആയിരിക്കും എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കും, ശരിയല്ലേ? അപ്പോൾ ഈ ചിന്താഗതിയാണ് നമുക്ക് ആദ്യം മാറ്റിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇന്നേ വരെ കേട്ട് കണ്ടുവന്നിട്ടുള്ള പൈസയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഇതെല്ലാം മാറ്റുക. നിങ്ങൾ ഈ പൈസ നേടാൻ അർഹനാണ്, നിങ്ങൾ വിചാരിച്ചാൽ എന്തും സാധിക്കും. ഈ 2 കാര്യങ്ങൾ മാത്രം മനസ്സിൽ തറപ്പിച്ച് ആവർത്തിക്കുക. എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അത്രയും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. എത്രത്തോളം തീവ്രമായിരിക്കുന്നു അത്രയും നമുക്ക് ലഭിക്കും. അതിപ്പോൾ നെഗറ്റീവ് ചിന്തകളാണെങ്കിലും പോസിറ്റീവ് ചിന്തകളാണെങ്കിലും നമുക്ക് നമ്മുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും നമ്മൾ എന്ത് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതിയിൽ ആദ്യം മാറ്റം വരുത്തുക. രണ്ടാമത്തേതായി നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെ ഫോളോ ചെയ്ത് നോക്കുക. അതായത് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? മറ്റൊരാളോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റം എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇതെല്ലാം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഒരു ദിവസത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ വിചാരങ്ങളെ വിലയിരുത്തേണ്ടതാണ്. ഇനി നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ
അതിനെ ക്യാൻസൽ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ മനസ്സിൽ തോന്നിപ്പോവാണ്, ഇത്രയും ബാധ്യതയുണ്ടല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് തോന്നുമ്പോൾ നിങ്ങൾ പകരം ക്യാൻസൽ ക്യാൻസൽ എന്ന് മനസ്സിൽ പറഞ്ഞതിന് ശേഷം പിന്നീട് ചിന്തിക്കുക, ഓ ഞാൻ സമ്പന്നനാവാൻ പോകുന്നു, ഞാൻ ധനികനാണ്, എനിക്ക് സാമ്പത്തിക ഭദ്രത കൈവന്നിരിക്കുന്നു എന്നീ തരത്തിലുള്ള ചിന്തകൾ പകരം മനസ്സിൽ കൊടുക്കുക. അതായത് ഒരു ചിന്ത നെഗറ്റീവായി വരാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മുടെ ചിന്താശേഷിയെ നമ്മൾ തന്നെ മാറ്റുക. പിന്നെ അടുത്തതായി പറയുവാനുള്ളൊരു കാര്യം, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വൈബ്രേഷനും മണി വൈബ്രേഷനും രണ്ടും ഈക്വലൈസ് ആവുമ്പോൾ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുവാനായി സാധിക്കുള്ളൂ. അതായത് പൈസ എന്ന് പറയുന്നത് ഒരു ഊർജമാണ്, മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അപ്പോൾ ആ എനർജി ലെവലും നമ്മുടെ എനർജി ലെവലും കറക്റ്റായിട്ട് വരണം. നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആണ്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, പൈസ എനിക്ക് നിൽക്കില്ല, എത്ര കിട്ടിയാലും കയ്യിൽ ചിലവാകുന്നു എന്ന പോലുള്ള വിചാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഒരിക്കലും പൈസ കയ്യിലൂടെ വരികയില്ല. വന്നാൽ തന്നെ നമുക്കത് ഉപയോഗിക്കുവാനായി സാധിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ വൈബ്രേഷൻ നമ്മൾ കൂട്ടുക. വൈബ്രേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, അതേപോലെ പാട്ട് കേൾക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, ബുക്കുകൾ വായിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക, പ്രഭാഷണങ്ങൾ പോലുള്ളവ കേൾക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എനർജി ലെവൽ, ഫ്രീക്വൻസി ലെവൽ കൂട്ടുവാനായി സാധിക്കും. ആ കൂട്ടുന്ന സമയത്ത് നമ്മൾ സദാസമയം ഒരു ദിവസം പോസിറ്റീവ് ആയിരിക്കും, ഹാപ്പിയും ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്താഗതി മാനിഫെസ്റ്റേഷൻസ് നടക്കുകയും നമുക്ക് നമ്മൾ പൈസയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ പൈസയുടെ ഒഴുക്ക് നമ്മളിലേക്ക് വരികയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രീക്വൻസിയും പണത്തിൻ്റെ ഫ്രീക്വൻസിയും ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ഈക്വലൈസ് ആയി എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ചില സിഗ്നലുകൾ കിട്ടും. അതായത് ഏതെങ്കിലും വഴിയിലൂടെ, പല വ്യക്തികളിലൂടെ, പറഞ്ഞ മാർഗങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ അവസരത്തിൽ ഈ ഇത്രയും പൈസ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന സമയത്ത് പല വ്യക്തികൾ വഴി, മാർഗങ്ങൾ വഴി, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വഴി നിങ്ങൾക്ക് ആ പൈസ ലഭിച്ചിരിക്കും. ആ കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഫ്രീക്വൻസിയും പൈസയുടെ ഫ്രീക്വൻസിയും ഈക്വലായി ഒരു അലൈൻമെന്റിൽ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു അലൈൻമെന്റിൽ എത്തിച്ചേരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ മണി വരുന്നില്ല കയ്യിലേക്ക് എന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ള വേദനാപരമായിട്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവാം. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിരിക്കാം, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിരിക്കാം, നമുക്ക് കുറ്റബോധം തോന്നിയിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാവാം, നമ്മളോട് ആരെങ്കിലും ചെയ്തിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവില്ല, മണി എനർജി നമ്മുടെ പക്കലേക്ക് വരില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്ക് മൈൻഡിൽ നിന്ന് കളയുവാൻ വേണ്ടി നമ്മൾ ഹോപ്പോനോപ്പോനോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഏത് സാഹചര്യത്തിൽ, ഏത് സന്ദർഭത്തിലാണോ നിങ്ങൾക്ക് വേദനിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ആ സാഹചര്യത്തെ മാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞയക്കുക. ഒരൊറ്റ തവണ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും എന്ന് വരില്ല. കാരണം ഞാനിത് പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും എനിക്ക് ദ്രോഹം ചെയ്തിട്ടും ഞാൻ എങ്ങനെ ക്ഷമിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ അവരോട് ദ്രോഹം ചെയ്താലും ശരി, അവർ നിങ്ങളോട് ദ്രോഹം ചെയ്താലും ശരി, ക്ഷമിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. കാരണം ഈ നിമിഷം നമ്മളത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് മാറ്റുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്കോ അവർക്കോ ദോഷമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവർക്ക് മാപ്പ് കൊടുത്ത് മനസ്സിൽ നിന്ന് ആ ഒരു ബ്ലോക്ക് എടുത്ത് റിമൂവ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്കൊരു അലൈൻമെന്റിൽ എത്തിച്ചേരുവാനായി സാധിക്കും. പിന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിലുള്ള ഓരോ പൈസയ്ക്കും ഓരോ രൂപയ്ക്കും വില നമ്മൾ കൊടുത്തേ പറ്റൂ. കാരണം ഓരോ വാക്കും നമ്മൾ നന്ദിയുടെ സൂചകമായി പറയുന്ന സമയത്ത് ഇത് യൂണിവേഴ്സിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റായി മൾട്ടിപ്ലൈ നമുക്ക് അതിൻ്റെ ഇരട്ടി
റിസീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാറ്റിനോടും നമ്മൾ വെക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. 1 രൂപയെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിനും ആ മണി എനർജിക്കും നന്ദി പറയുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ശരി തന്നെയാണ്. എന്നിരുന്നാലും ഇതിലും വലിയ പ്രശ്നമുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായി ഇരിക്കുക. പിന്നെ നമ്മൾ തന്നെ നമ്മളെ ഒരു സ്വയം മണി മാഗ്നറ്റായി കാണുക. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ മൈൻഡ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വർക്കൗട്ട് ആവുകയും യൂണിവേഴ്സിൽ നിന്ന് നമുക്കിത് റിഫ്ലക്ഷനായി ഇതേ എനർജിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വയം പണത്തിന് അർഹനല്ല, എനിക്ക് ഭാഗ്യമില്ല എന്നെല്ലാം തീരുമാനിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് എല്ലാം അർഹിച്ചത് തന്നെയാണ് എന്നുള്ളത് മനസ്സിൽ വിലയിരുത്തൂ. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയേറെ വലുപ്പം നിറഞ്ഞതാണ്. അതിൽ പലർക്കും പലതും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളും അർഹനല്ല? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്കിതിനൊന്നും അർഹതയില്ല എന്നുള്ളത്? ഏറ്റവും വലിയ കാര്യം നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അർഹതയുള്ളത് നമുക്ക് മാത്രമേ തിരിച്ചറിയുവാനും സാധിക്കുള്ളൂ. എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് ഇമോഷൻസ്, ദേഷ്യം, ഇതേപോലത്തെ മിഥ്യാധാരണകൾ, ഇതെല്ലാം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം തോന്നുന്നത്. എല്ലാവർക്കും എല്ലാം സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്കും എല്ലാം സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പണത്തിൻ്റെ ഒരു കാന്തമാണ്, നമ്മളിലേക്ക് പണത്തിൻ്റെ ഊർജം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് രാവും പകലും സങ്കല്പിക്കുക. തീവ്രമായി ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായി നമുക്ക് തന്നെ നമ്മളെ നല്ല ഒരു നിലയിൽ കാണുവാൻ സാധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോട് ആദ്യം ഇഷ്ടം വേണം. നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പ് വേണം. എങ്കിൽ മാത്രമേ നമ്മളിലൂടെ പലതും നമ്മളെ തേടി വരുള്ളൂ. അപ്പോൾ നമുക്ക് വെറും തോന്നലാണ്, ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, എങ്ങനെ സാധിക്കും എന്നുള്ളതെല്ലാം നമുക്ക് തോന്നലാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സാധിക്കും. ഒരു ലോട്ടറി അടിച്ചാൽ പോലും ഒരാളുടെ ഭാഗ്യം തെളിയാൻ അത് മാത്രം മതി. വഴിയെ പോകുന്ന ഒരാൾ ചുമ്മാ കാണുന്ന ഒരു ലോട്ടറി ഒരു 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ എടുക്കുന്നു എന്നിരിക്കട്ടെ, അവർക്ക് 1 കോടി രൂപ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉണ്ടാവുന്ന സന്തോഷം, അവരുടെ ബാധ്യതകൾ, അവരുടെ കടങ്ങൾ, ഇതെല്ലാം അതുവഴി തീരാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത് ഉള്ള അർഹത ഉണ്ട് എന്നുള്ളത് തോന്നുന്നില്ല? നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ തോന്നാത്തത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു വിശ്വാസവും നമ്മളോട് തന്നെ ഒരു സ്നേഹവും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, അറിഞ്ഞോ അറിയാതെയോ പലരും ചെയ്യുന്ന ഒരു തെറ്റുമാണ്. അതെന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് പൈസ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു, ഓൺലൈനായി എന്തെങ്കിലും ഓർഡർ ചെയ്തു, അതുമല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്തു എന്നെല്ലാം ഇരിക്കട്ടെ, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്ന് നമ്മൾ അറിയാതെ പോലും മനസ്സിൽ ചിന്തിച്ചു പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം മണി എനർജി എന്നുള്ളത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന എനർജിയാണ്. അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയാലും 10 ഇരട്ടിയായി തിരിച്ചു വരും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ കൊടുക്കാൻ. പൈസ എന്നുള്ളത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ചിലവായാലും അത് നമ്മൾ സങ്കടപ്പെട്ട് ചിലവാക്കേണ്ടതല്ല. അത്യാവശ്യ കാര്യങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ പൈസയെ ചിലവഴിക്കാം. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ഡ്രസ്സിൻ്റെ വില 1000 രൂപയാണ്, എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച വില 500 രൂപയാണ് എന്നുണ്ടെങ്കിൽ അയ്യോ 500 കൂടുതലായല്ലോ എന്നായിരിക്കും സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഈ 1000 രൂപയും കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ നല്ല വിലയുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, ഇതുപോലെ എപ്പോഴും വാങ്ങിക്കാൻ എനിക്ക് സാധിക്കട്ടെ, ഈ പൈസ പോയി 100 ഇരട്ടിയായി എൻ്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊരു 30 ദിവസം ഇങ്ങനെ പൈസ ചെലവാക്കുമ്പോഴെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ. ആ പൈസ നിങ്ങൾക്ക് 100 ഇരട്ടിയായി നിങ്ങളുടെ കയ്യിൽ തിരിച്ചു എത്തുന്നത് നിങ്ങൾക്ക് അറിയാനായി സാധിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈസ എന്ന് പറയുന്നത് ഊർജ്ജമാണ്. മണി ഒരു എനർജി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരിക്കലും പഴിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തയോടുകൂടി കൈകാര്യം ചെയ്യുവാനോ പാടില്ല. എപ്പോഴും പൈസയെ സ്നേഹത്തോടു കൂടി മാത്രം കൈകാര്യം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ട്, അവർ തന്നു എന്നിരിക്കട്ടെ, അപ്പോഴും നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ ചേഞ്ച് ചെയ്യണം. കാരണം തന്നു, നമ്മൾ അതിനെ അലക്ഷ്യമായിട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ആ പൈസ പിന്നീട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് തന്ന പൈസയെ നന്ദിപൂർവ്വം നോക്കുക. നന്ദിപൂർവ്വം നോക്കിക്കൊണ്ട് ദൈവത്തോടും പ്രപഞ്ചത്തോടും ആ മണി എനർജിക്കും നന്ദി പറയുക. എൻ്റെ അടുക്കൽ നീ തിരികെ എത്തിയല്ലോ, ആ എത്തിപ്പെട്ടതിന് നന്ദി. എൻ്റെ അടുക്കലേക്ക് ഈ പൈസ എത്തിച്ച പ്രപഞ്ചത്തിന് നന്ദി
എന്നെല്ലാം പറഞ്ഞ് ആവർത്തിച്ച് അഫർമേഷൻസ് പറഞ്ഞു നോക്കൂ. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ അറിയുവാനായി സാധിക്കും. അതുപോലെ ഒട്ടും പൈസയ്ക്ക് ഇല്ലാത്ത ക്ഷാമത്തിലിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്തെന്നാൽ കയ്യിൽ ഒരു ഏറ്റവും നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വലിയൊരു നോട്ട് എടുക്കുക. അത് 10 രൂപയുടേതാണെങ്കിലും 20 രൂപയുടേതാണെങ്കിലും 500ൻ്റെ ആണെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം അതിനെ കയ്യിൽ വെച്ചുകൊണ്ട് കുറച്ച് നേരം നോക്കിയിരിക്കുന്നതിന് ശേഷം സ്നേഹത്തോടു കൂടി അതിന് ആവശ്യങ്ങൾ നിങ്ങളുടെ എന്തെല്ലാം ആവശ്യങ്ങളാണോ അതെല്ലാം അതിനോട് സംസാരിക്കുക. ഇത് ദിവസവും ചെയ്യുന്ന പല വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു എനർജിയുമായിട്ട് മണി എനർജിയുമായി എത്രത്തോളം ലിങ്ക് ആവുന്നോ, എത്രത്തോളം മണി എനർജിയുമായി നമ്മൾ സ്നേഹിക്കുന്നുവോ, എത്രത്തോളം അതിന് നന്ദി പറയുന്നുവോ, ഇതെല്ലാം അനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം അത് കയ്യിൽ നിൽക്കുന്നു എന്നുള്ളതും. പിന്നെ പലരും ചെയ്യാത്ത ഒരു കാര്യം, നമുക്ക് 100 കൂട്ടം ബാധ്യതകൾ ഉണ്ടാവാം, കടങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. എങ്കിലും നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കിട്ടുന്ന പൈസയിൽ കുറച്ചെങ്കിലും മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ കുറച്ച് ഒരു സേവിങ്സിലേക്ക് മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ലൈക്ക് ചാർജസ് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്താണോ നമ്മൾ ഒരേപോലെ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിലോട്ടായിരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ നമ്മൾ കടം ബാധ്യത എന്ന് പറഞ്ഞ് അതിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കടവും ബാധ്യതയും തീർക്കാനുള്ള പൈസ മാത്രമേ വരികയുള്ളൂ. നേരെ മറിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ ഇന്നൊരു ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിച്ചു, നാളെ കിട്ടുന്ന പൈസ മറ്റൊരു ഇഷ്ടത്തിന് വേണ്ടി ചെറിയൊരു ഭാഗം ചെലവഴിക്കുമ്പോൾ പതിയെ നമുക്ക് നമ്മുടെ കടങ്ങളും ബാധ്യതകളും കുറഞ്ഞു വരുന്നതായും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൂടി വരുന്നതായും സേവിങ്സിന് വേണ്ടിയിട്ടുള്ളതും കൂടി വരുന്നതായും കാണുവാനായി സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ബാധ്യതകളും കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡ്രസ്സോ ഒരു ചെരുപ്പോ എല്ലാം വാങ്ങിക്കാം എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും നമ്മളെ കൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും ഒരു 1000 രൂപ കിട്ടിയാൽ അതിൽ 1 രൂപയെങ്കിലും നമ്മളുടെ ആവശ്യത്തിനായി മാറ്റിവെക്കുക, 1 രൂപയെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയും മാറ്റിവെക്കുക. ഇതിങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അറിയുവാനായി സാധിക്കും. പിന്നെ ഉള്ള കാര്യം എന്തെന്ന്, നിരന്തരം നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുവാൻ വേണ്ടി സ്വിച്ച് വേർഡ്സ്, അഫർമേഷൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രാക്ടീസ് ചെയ്തവർക്ക് എല്ലാവർക്കും മാജിക്കലി പല പൈസയും കൈവരിക്കാനായി സാധിച്ചിട്ടുണ്ട്. മാജിക്കലി എന്ന് പറയാനുള്ള കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് അവർ പോലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലായി അവർക്ക് ഈ ഒരു മണി എനർജി ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഫർമേഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. അപ്പോൾ അത് രാവിലെയും വൈകിട്ടും നിങ്ങൾ അതായത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും കിടക്കുന്നതിന് തൊട്ട് മുൻപും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു 30 ദിവസം തൊട്ടിട്ട് 90 ദിവസത്തോളം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായി പറ്റും. അപ്പോൾ അതങ്ങനെ തുടർന്ന് ആ വീഡിയോ കിട്ടണം എന്നുള്ളവർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ പവർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു ജോബ്, ഇന്ന ജോബ് വേണം, അതിൽ ഇത്ര ശമ്പളം വേണം, അല്ലെങ്കിൽ ഇന്ന കാറ് വാങ്ങിക്കണം എന്നെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം അത്യാവശ്യമായി പൈസ വേണം, ശരിയല്ലേ? ഒരു ജോബിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസത്തിന് വേണം എങ്കിൽ പൈസ വേണം, അതേപോലെ കാറ് വാങ്ങിക്കാനാണ് എങ്കിലും പൈസ വേണം. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിഷ്വലൈസ് ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് 1 മിനിറ്റ് വിഷ്വലൈസ് ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ കിട്ടുന്നതായും ആ കിട്ടുന്നത് വെച്ച് നിങ്ങൾ ഇന്നവരെ സമാധാനിപ്പിക്കുന്നതായും ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ കാണുന്നത് എന്ന പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ കാണുക. അപ്പോൾ ഈ പല വിഷ്വലൈസേഷൻ മെത്തേഡുകളിലൂടെയാണ് പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി പറ്റിയിട്ടുള്ളത്. എല്ലാവരുടെയും ബേസിക്കലി പിന്നിൽ ഇങ്ങനെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം 1-2 ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മിനിമം 1 മാസം തൊട്ട് 90 ദിവസം വരെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും പൂർണ്ണ വിജയം ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഇന്ന് തന്നെ, ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങാവുന്നതാണ്. ഇന്ന് മുതൽ ഒരു നെഗറ്റീവ് തോട്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ സ്വയം പ്രതിജ്ഞ എടുക്കുക. അതോടൊപ്പം തന്നെ പോസിറ്റീവായ പല കാര്യങ്ങൾ
കാര്യങ്ങളിലും എൻഗേജായി ഇരിക്കുക. പോസിറ്റീവായ പല തോട്ടുകളെയും നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തി എടുക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതിൽ പറയാത്ത ഒരു കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു 100 രൂപയെങ്കിലും സമ്പാദ്യം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് 1 രൂപയെങ്കിലും നമ്മൾ ദാനമായി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ്സ് മാത്രം പോരാ, യൂണിവേഴ്സിൽ നിന്ന് ബ്ലെസ്സിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരെങ്കിലും കൂടി ഉണ്ടാവണം. അവർക്ക് ഒരു നന്ദി നമ്മളോട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് യൂണിവേഴ്സിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ആവശ്യക്കാർക്ക് വേണം നമ്മളത് കൊടുക്കാൻ. ഒരു ദിവസം 1 രൂപ വെച്ചെങ്കിലും അത്യാവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കുക. അത്യാവശ്യമുള്ളവർ എന്ന് പറയുമ്പോൾ കയ്യോ കാലോ വൈകല്യം ഉള്ളവരോ, ഒട്ടും ജോലിക്ക് പോകാൻ സാധിക്കാത്തവരോ, വൃദ്ധസദനങ്ങളിലുള്ളവരോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾ, അനാഥാലയത്തിലുള്ള കുട്ടികൾ, അത്തരക്കാരെ വേണം നമ്മൾ സഹായിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള ആ ഒരു കൃതജ്ഞത നമുക്ക് തിരിച്ച് ലോ ഓഫ് അട്രാക്ഷനിലൂടെ തിരിച്ച് മണി എനർജി ആയിട്ട് തന്നെ കിട്ടുക തന്നെ ചെയ്യും. ഇതിൻ്റെ 100 ഇരട്ടിയായി കിട്ടും. ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് സംശയമേ ഇല്ലാത്ത കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനായി ഉള്ളത്. അടുത്ത വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ മണി അഫിർമേഷൻസ് കുറച്ച് തരാം. അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായാണ് പറഞ്ഞിട്ടുള്ളത് പലരും. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.